മാസപ്പടി കേസിൽ തുടർ നടപടികൾ 2 മാസത്തേക്ക് മരവിപ്പിക്കുന്നു. അപ്പം CMRLന്റെ തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കമാണെന്ന് കരുതുന്നു. ഇനി അതല്ല, വീണ വിജയനും അമ്മയും കൂടെ ഈ തമിഴ്നാട്ടിലെ ബൃഹീശ്വര കോവിൽ വരുമ്പോൾ പ്രാർത്ഥനയൊക്കെ നടത്തി. ഇതുകൊണ്ടൊക്കെയുള്ള ഫലം ഉണ്ടായതാണോ? അല്ല, അങ്ങനെയൊക്കെ അവർക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. ഇതിപ്പോൾ സ്റ്റേ ഓർഡർ ആണല്ലോ. അതെ. 2 മാസത്തേക്ക് കോടതി സ്റ്റേ ചെയ്തു. അത് വലിയ കാര്യമൊന്നുമല്ല. ഈ വരാനിരിക്കുന്ന മഴ ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ പെയ്യുള്ളൂ എന്ന് പറയുന്ന പോലെയുള്ളൂ. 2 മാസം കഴിയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇതിനകത്ത് ഈ പറയുന്ന മാതിരി കോടതിക്ക് ഇടപെടാൻ പറ്റും. കാരണം ഒരു കുറ്റപത്രം അഥവാ EDയുടെ പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റ്, ഇത് കോടതി പരിഗണിക്കരുത്, ലോവർ കോർട്ട് പരിഗണിക്കരുത് എന്ന് പറയാൻ ഹൈക്കോടതിക്ക് പറ്റില്ല. പരിഗണിച്ച് അത് അംഗീകരിക്കുകയോ തള്ളുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽപ്പെട്ടവർക്ക് ഹൈക്കോടതിയിൽ പോകാം. അപ്പോൾ ഹൈക്കോടതിക്ക് അതിൻ്റെ മെരിറ്റ് നോക്കാം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് SFIയോ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടേ ഉള്ളൂ. കോടതി അത് അംഗീകരിച്ചിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടുമില്ല, അല്ലേ? അപ്പോൾ ആ അവസ്ഥയിൽ ലോവർ കോർട്ട് നോക്കാത്തൊരു സാധനം നോക്കരുതെന്ന് ഹൈക്കോടതി പറയുന്നതിൽ കഥയൊന്നുമില്ല. അതുകൊണ്ടാണ് ഫർദർ പ്രൊസീഡിങ്സ് വേണ്ട, അത് ഇൻസ്പെക്ട് ചെയ്യാൻ വരട്ടെ, ഞങ്ങൾ പറഞ്ഞിട്ട് മതി, ഈ ഹർജി തീർപ്പാക്കിയിട്ട് ഞങ്ങൾ പറയാം. ഈ 2 മാസത്തേക്ക് ചെയ്തെങ്കിലും എൻ്റെ ഒരു റീഡിങ് 1 മാസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയുടെ വിധി വരും. കാരണം ഇതിൽ വലിയ കഥയൊന്നും ഇല്ലെന്ന്. ഇതിൽ ഒരുപാട് ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് SFIO ഈ അന്വേഷണ റിപ്പോർട്ട് കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് സമർപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടില്ല. പാരലി എങ്ങനെ കേരള ഹൈക്കോടതി ഈ കേസ് എടുത്തു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിട്ട് സ്റ്റേ ഓർഡർ കൊടുക്കാൻ വിസമ്മതിച്ച ഒരു മാറ്റർ അതുപോലെ കേരള ഹൈക്കോടതി എടുത്തിട്ട് സ്റ്റേ ഓർഡർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് നോട്ട് എ പാരലൽ സിറ്റുവേഷൻ? ഒരേ മാറ്റർ 2 കോടതിയിൽ, 2 ഹൈക്കോടതികളിൽ അജിറ്റേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഹർജിയൊന്നും കണ്ടില്ല, ഇപ്പോൾ TV ഹൈലൈറ്റ്സ് കണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇംപ്രോപ്രൈറ്റി കേരള ഹൈക്കോടതി ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റെന്തോ കാരണവശാലാണ് ഈ ഹർജി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതും സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റും. ഏതായാലും CMRLനെ സംബന്ധിച്ചിടത്തോളവും വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു താൽക്കാലിക ആശ്വാസമാണ്. അത് തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതോ എന്തും ആയിക്കോട്ടെ, ഇപ്പം കിട്ടിയിരിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്നാണ്. മനസ്സിലായി? ഈ സമൻസ് അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പം അവരുടെ ഒരു വിജയമായിട്ടല്ലേ അതിനെ കരുതേണ്ടത്? അതെ, അത് വിജയം തന്നെയാണ്, സംശയമില്ല. അപ്പോൾ താൽക്കാലികമാണെങ്കിലും അത് വിജയം തന്നെയാണ്. അപ്പോൾ ED അതിനെ നോക്കി കാണില്ലേ ഈ നടപടികളെല്ലാം? അപ്പം അവർക്ക് പെട്ടെന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുമോ? അവർക്കും പോകാൻ പറ്റില്ല. കാരണം തുടർ നടപടികൾ മുഴുവൻ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. EDയുടെ കേസ് എന്ന് പറയുന്നത് ഒരു തുടർ നടപടിയാണ്. SFIയുടെ ചാർജ് ഷീറ്റിൻ്റെ കോപ്പി കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പി വാങ്ങിച്ചിട്ട് അവരുടെ കേസിൽ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഡിസൈൻ. ഇപ്പോൾ ഹൈക്കോടതി സ്വീപ്പിംഗ് ആയിട്ട് സ്റ്റേ ഓർഡർ കൊടുത്തു, നോ ഫർദർ പ്രൊസീഡിങ്സ് എന്ന് പറയുമ്പോൾ EDക്കും പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നണി യോഗത്തിലടക്കം പറഞ്ഞത് ഇത് എനിക്ക് നേരെയുള്ള ആക്രമണമാണ്, എൻ്റെ മകളെ വെച്ചിട്ട് ആയുധമാക്കുകയാണ്. CPM നേതാക്കളെല്ലാം അതിനെ ന്യായീകരിച്ചിരുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആ രീതിയിലല്ല പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ CPM പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നതൊക്കെയാണ് ശരി, അങ്ങനെയാണ്? ഇല്ല, അതൊക്കെ രാഷ്ട്രീയവാദങ്ങളാണ്. ഇതൊന്നും കോടതി പരിഗണിക്കുന്നതല്ലല്ലോ. കോടതി ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ CMRLൻ്റെ ആർഗ്യുമെൻറ്റ്സിൽ കഴമ്പുണ്ടെന്ന് തോന്നിയിട്ടാണ് സ്റ്റേ ഓർഡർ കൊടുത്തത്. ദേ ഹാവ് എ പ്രൈമ ഫേസി കേസ്, സോ സ്റ്റോപ്പ് ഫർദർ പ്രൊസീഡിങ്സ്, ലെറ്റ് us എക്സാമിൻ. അതുകൊണ്ടാണ് 2 മാസത്തേക്ക് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ബ്ലാങ്കറ്റ് സ്റ്റേ അല്ല, കേസ് തീരുന്നവരെയും സ്റ്റേ അല്ല, 2 മാസത്തേക്ക് സ്റ്റേ. 2 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റേ വിൽ ബി വെക്കേറ്റഡ്, ഓർ ഹൈക്കോടതി അടുത്ത ഉത്തരവിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം, സ്റ്റേ ഈസ് എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞ വിഷയം. ഇതിൻ്റെ രാഷ്ട്രീയം തമ്മിൽ ബന്ധമൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ എന്താ പറയാൻ പറ്റാത്തത്? അയാൾക്ക് കള്ളമാണ്, കെട്ടിച്ചമച്ചതാണെന്നൊക്കെ ഒരു വശം പറയും,
മറ്റൊരു പറയും അങ്ങനെയല്ലേ ഇയാൾ പൂണ്ട കള്ളനാണ്, അതുകൊണ്ടാണ് കോടതി ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയും. അത് രാഷ്ട്രീയക്കാരുടെ ഒരു വായ്ത്താരി അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ബട്ട് ഫാക്റ്റ് ഈസ് ഇപ്പോൾ SFIക്കോ EDIക്കോ ഈ കേസിൽ ഒരു 2 മാസത്തേക്ക് ഇനി ഒരു പ്രൊസീഡിങ്സും നടത്താൻ സാധ്യമല്ല. അതാണ് ഇപ്പോൾ TV വരുന്ന വാർത്തയിൽ നിന്ന്. ഇനിയിപ്പോൾ ഒരു ഡീറ്റെയിൽ ഓർഡർ കോടതി പാസ്സാക്കിയിട്ടുണ്ടോ എന്നും അറിയാൻ വയ്യ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വൈകുന്നേരം വെബ്സൈറ്റിൽ നിന്നായിരിക്കും കിട്ടുക. സോ സബ്ജക്റ്റ് ടു ഹൈക്കോർട്ട് വെബ്സൈറ്റ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് മുഴുവൻ അതിന് താഴെ നിന്നുകൊണ്ടാണ്. കാരണം എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ TV-ക്കാരെ വിശ്വസിച്ചു, പിന്നെ ഞാൻ വിശ്വസിക്കാതെയായി. ഒരേ ഒരു തവണയും വിശ്വസിച്ചുള്ളൂ, അത് കുഴപ്പത്തിലായി. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഹെഡ്ലൈൻസ് നോക്കിയിട്ട് അഭിപ്രായം പറയാറില്ല. ഇതിൻ്റെ സിനജി ചോദിച്ചതുകൊണ്ട് ശരി പറയാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അല്ല, സ്വാഭാവികമായിട്ടും ഈ കേസ് മുന്നോട്ട് പോകായിരുന്നെങ്കിൽ ഈ മാസം 20-21 തീയതിക്കുള്ളിൽ വീണ വിജയൻ അറസ്റ്റിലാകുമെന്നും അങ്ങനെയാണെങ്കിൽ CPM സർക്കാരും വലിയ പ്രതിസന്ധിയിലാകുമെന്നും ഒക്കെയാണ് കരുതപ്പെട്ടത്. സത്യത്തിൽ ആ ഒരു സാധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജനങ്ങളെ ഫ്രീ ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതി പാർട്ടിക്കും സർക്കാരിനും ഉണ്ടായി എന്ന് നമുക്ക് കണക്കുകൂട്ടാം. യെസ്, ഇപ്പം അത് ഉണ്ടായി. വാസ്തവത്തിലുണ്ടല്ലോ, ഈ വീണ വിജയൻ്റെ കേസ് എന്തിനാണ് CPM ചുമക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ തന്നെ നേതാവ് മുഹമ്മദ് സലീം മധുരയിൽ അവരുടെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ പത്രക്കാരോട് പുള്ളി പറഞ്ഞത്, ആരുടെ പേരിലാണോ കേസ് അത് അവർ ഫൈറ്റ് ചെയ്തുള്ളൂ, പാർട്ടിക്ക് എന്താ അതിൽ കാര്യം. ഇതായിരുന്നു കറക്റ്റ് സ്റ്റാൻഡ്. കേരളത്തിലെ പാർട്ടിയും മുഖ്യമന്ത്രിയുടെ മകൾക്കൊരു കേസുണ്ട്, അത് മകൾ നടത്തിക്കോളും. അതിലിപ്പോൾ മുഖ്യമന്ത്രിയും ഞങ്ങളുമൊക്കെ എന്ത് ചെയ്യാൻ, അവർ ചെയ്തോളും. അവർ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്. അവർ ഇവിടെ ബാംഗ്ലൂരിൽ ഒരു കമ്പനി തുടങ്ങി, അത് കേരളത്തിൽ എന്തോ കച്ചവടം ചെയ്തു, അതിലെന്തോ കുഴപ്പമുണ്ടെന്നോ അതൊന്നും പറഞ്ഞിട്ട് കേസ്, കമ്പനി കേസ്. അത് ശരി, അവർ ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൽ കാര്യമൊന്നുമില്ല, മുഖ്യമന്ത്രിക്കും അതിൽ കാര്യമില്ല. ആ മുഖ്യമന്ത്രി അന്വേഷിച്ചാണ്, മുഖ്യമന്ത്രി അന്വേഷിച്ച മകളെന്ന നിലയ്ക്ക് എങ്ങനെയുണ്ട് നിൻ്റെ ബിസിനസ്സൊക്കെ എന്ന് ചോദിക്കുക അച്ഛൻ. ഇതിൽ കവിഞ്ഞ് അതിനകത്ത് എന്ത് ഇടകൂടം നടത്തി എന്നുള്ളത് അച്ഛനറിയാൻ വയ്യല്ലോ, അച്ഛന് നേരവുമില്ല. ഇത് പറഞ്ഞിരുന്നെങ്കിൽ നൈസായിട്ട് പാർട്ടിക്ക് ഇതിന്ന് ഊരാമായിരുന്നു. എന്തിനാണ് പാർട്ടി വേണ്ടാത്തതെടുത്ത് തലവെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മുഹമ്മദ് സലീം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ടേക്ക് എ ക്യൂ ഫ്രം ദെയർ ആൻഡ് യു കുഡ് ഹാവ് ജസ്റ്റ് ഡിസോസിയേറ്റഡ് ഫ്രം ദ കേസ്. ഇതിപ്പോൾ കേസ് സ്റ്റേ കിട്ടുമ്പോൾ ആഘോഷിക്കുക, സ്റ്റേ വെക്കേറ്റ് ചെയ്യുമ്പോൾ കരയുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഗതികേടിൽ പാർട്ടി പ്രവർത്തകരെ എത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, അത് അവരുടെ വ്യക്തിപരമായ ബിസിനസ്സും കാര്യമാണ്, അത് നോക്കിക്കോളും. മുഖ്യമന്ത്രി അതൊന്നും ബാധിക്കുന്നില്ല. ആ മുഖ്യമന്ത്രിയുടെ മകളല്ല, അത് മുഖ്യമന്ത്രിക്ക് മകൾ മാത്രമല്ല മകനും ഉണ്ട്. അവരെന്തെങ്കിലും വഴിയിൽ വല്ല ട്രാഫിക് ഒഫൻസ് മുഖ്യമന്ത്രി അഭിപ്രായം പറയണം, അതൊന്നുമല്ല. അതൊക്കെ അവർ വലുതായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ അവരുടെ വഴിക്ക് പോകും, അവർ ബിസിനസ് നടത്താതിരിക്കും, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദുരിതം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ നിർബന്ധമാണ് മകളെ ഡിഫെൻഡ് ചെയ്യാൻ പാർട്ടി കംപ്ലീറ്റ് ഉണ്ടാവണം. പിണറായി വിജയനോട് ഞങ്ങളിതിന് തയ്യാറല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആരും ഇല്ല താനും പാർട്ടിയിൽ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അയാളുടെ അധോഗതിയാണ്. ഇങ്ങനെ പിണറായി വിജയന് ഭയന്ന് കഴിയുന്ന ഒരാൾക്കൂട്ടമാണ് പാർട്ടി നേതൃത്വം. അവരുടെ അണികളും നിസ്സഹായരാണ്. അതുകൊണ്ട് ഈ വേണ്ടാത്ത വിഴുപ്പ് ചുമന്ന് വിഷമിക്കുന്നു. ഏതായാലും 2 മാസത്തേക്ക് ആഘോഷിക്കാം, ഈ കുഴപ്പമില്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെ കേസുണ്ടായപ്പം കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത നിലപാടല്ല പിണറായി വിജയൻ മകൾക്ക് കേസിൽ എടുത്തത് എന്നുള്ളൊരു ആക്ഷേപമുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ടും രണ്ടാണെന്നൊക്കെ പിണറായി ന്യായീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ല. കോടിയേരി എടുത്ത അതേ നിലപാട് പിണറായി എടുത്തിരുന്നെങ്കിൽ പിണറായിക്ക് ഈ ഗതികേട് വരുമായിരുന്നില്ല, അങ്ങേർക്ക് ഇത് ന്യായീകരിക്കേണ്ടിയും വരില്ല. അപ്പോൾ വീണ വിജയന് ന്യായീകരിക്കേണ്ട, അവർ മിണ്ടണ്ട. മീഡിയയോട് മിണ്ടാനുള്ള ഒരു ബാധ്യതയും വീണ വിജയനില്ല, ഉണ്ടോ? അവർ പൊതുപ്രവർത്തകരല്ല, അവരെന്തിന് TV-ക്കാരോട് സംസാരിക്കണം? അവരൊന്നും മിണ്ടുകയില്ല. മുഖ്യമന്ത്രി എനിക്കിതിൽ ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞു. ബട്ട് ഇത് ചെയ്യാൻ പിണറായി വിജയൻ്റെ പുത്രീ വാത്സല്യം അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ബാക്കിയുള്ളവരെയും ഫോഴ്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന് നിർത്തുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ട്. അത് കുഴഞ്ഞൊരു കേസാണ്. അതുകൂടാതെ ഇപ്പോൾ പുതിയൊരു കേസ് ഈ സംഭവം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഇന്നലെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്ഥിതി എന്താവുമെന്ന് അറിഞ്ഞുകൂടാ. കൂടുതൽ കോംപ്ലിക്കേഷനിലായിരിക്കും അങ്ങനെയാണെങ്കിൽ പോവുക.
ചുരുക്കം പറഞ്ഞാൽ മാസപ്പടി കേസ് എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു മറിഞ്ഞ് പാർട്ടിയും സർക്കാരിനെയൊക്കെ നാണം കെടുത്തി, അങ്ങനെയാണ് പറഞ്ഞു നിർത്താൻ പറ്റുക. പാർട്ടിയും സർക്കാരിനെയും നാണം കെടുത്തിയ ഒരു കേസായിപ്പോയി. മാത്രമല്ല അവർക്ക് അനാവശ്യമായിട്ട് അവരെടുത്ത് തലയിൽ വെച്ച് നാണം കേടുണ്ടാക്കിയതാണ്. അവർക്ക് ഒഴിയാമായിരുന്നു, പക്ഷെ ഒഴിഞ്ഞില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.